ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അസ്ന അഷിഖ്. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെനിം സ്കേർട്ടും അതിലോട്ട് വെറൈറ്റി ആയിട്ടുള്ള കിഡിൽ ലുക്ക് തരുന്ന നമുക്ക് കുറച്ച് ടോപ്സും കൂടെ മീഷോ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് എന്റെ ചാനൽ അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ഒട്ടും വിളിക്കാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മീഷോ ഹോളിന്റെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഡെനിം സ്കേർട്ട് ആണ്. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാനിതാ സൈഡിൽ മേലെയായിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് പിക്ചർ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഡെനിം സ്കേർട്ട് വന്നിട്ട്. ഇതിന്റെ 2 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇതൊരു മീഡിയം ലെവലിലുള്ള ഒരു ബ്ലൂ ആണ്. അതുപോലെ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രണ്ട് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെയും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ 2 പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പോക്കറ്റ്സ് നമുക്ക് ശരിക്ക് കറക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് ആണ് കേട്ടോ. ഷോ പോക്കറ്റ് ഒന്നുമല്ല, കറക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് തന്നെയാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ, അതായത് ഈ ഒരു ബട്ടൺസിന്റെ സെയിം കളറിലാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇനി ബാക്ക് സൈഡ് വന്നിട്ട് ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. വർക്കോ കാര്യങ്ങളോ ബട്ടൺസോ ഒന്നുമില്ല, സ്ലിറ്റ് ഒന്നുമില്ല. ഫ്രണ്ട് സൈഡിൽ ഈ ഒരു സ്ലിറ്റ് മാത്രമാണുള്ളത്. ഇനി ഈ കാണുന്ന ഷോ ബട്ടൺസ് ആണ് കേട്ടോ, കാരണം നമുക്ക് അയക്കാൻ പറ്റാത്ത ബട്ടൺസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 32 ആണ്. ഇനി സ്കേർട്ടിന്റെ സൈസ് എടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാന്റിന്റെ സൈസ് എത്രയാണോ ആ കറക്റ്റ് സൈസ് ആയിരിക്കും നമുക്ക് ഡെനിം സ്കേർട്ടിന് യൂസ് ചെയ്യേണ്ടത്. എന്റെ സൈസ് 32 ആയിരുന്നു, അതുകൊണ്ട് 32 എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് സ്കേർട്ട് സെലക്ട് ചെയ്യുന്നത്, ഡെനിം സ്കേർട്ട് സെലക്ട് ചെയ്യുന്നത് മീഷോന്ന്. അപ്പൊ എന്റേത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നല്ല അടിപൊളി ലുക്കിൽ സ്റ്റാൻഡേർഡിൽ വരുന്ന ഡെനിം സ്കേർട്ടാണ്. പിന്നെ പല സൈസിലും പല കളേഴ്സിലും പല മോഡൽസിലും ഡെനിം സ്കേർട്ട് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സ്കേർട്ട് കുറച്ചൊരു വില കൂടിയിട്ടുണ്ട്, 600 സംതിങ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെനിം ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ളത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും പ്രൈസിൻ്റെത് വാങ്ങി എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആണ്. അപ്പൊ വാങ്ങുമ്പോൾ നല്ലത് തന്നെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്കേർട്ട് വന്നിട്ട്. ഇനി ഈ ഒരു സ്കേർട്ടിലോട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ആണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്, കാരണം നമുക്ക് വന്നിട്ടുള്ള സാധനം കറക്റ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത് കേട്ടോ. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 7 days റിട്ടേൺ പോളിസി ആണുള്ളത്. അതിന് മുന്നേ നമുക്ക് ഇതങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു ഷർട്ടാണ്. എങ്ങനെയുള്ള ഷർട്ടാണ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഷർട്ട് വന്നിട്ട്. ഇതൊരു നോർമൽ ഷർട്ടാണ് വന്നിട്ടുള്ളത്, ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ഇത് വന്നിട്ട് കോളർ ആണ് വന്നിട്ടുള്ളത്. കോളർ ഈ ഒരു ഹാഫ് പോർഷനിൽ കോളർ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു വി നെക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഇത് ഫുൾ സ്ലീവ് അല്ല, നമ്മുടെ ഈ ഒരു അറ്റം വരെയുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഇല്ലാണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷർട്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഈ ഒരു ഷർട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഷർട്ടാണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ് കേട്ടോ. കാരണം ഞാൻ അധികം യൂസ് ചെയ്യുന്ന അതും സ്മോൾ ആണ്. ചിലത് മാത്രമാണ് ഞാൻ മീഡിയം യൂസ് ചെയ്യാറുള്ളത് കേട്ടോ, ബാക്കിയൊക്കെ സ്മോൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്.
പിന്നെ ഈ ഒരു സ്കേർട്ട് ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈസിന്റെ അവൈലബിൾ വന്നിട്ട് സ്മോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ XXL വരെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഷെയ്ഡിലല്ലാണ്ട് വൈറ്റ് കളറിൽ, അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിൽ, അതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഷെയ്ഡിൽ ഈ ഒരു ഷർട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഷർട്ട് വന്നിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വൈറ്റ്, ഇതൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ. ഒരു വേറൊരു മോഡലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ കുറെ ആയിട്ട് കാണുന്നുണ്ട്, സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. തല തിരിച്ചാ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പിക്ചർ കണ്ടാൽ, ഞാൻ ഇട്ടിട്ടുള്ള കോലം കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ബാറ്റ് വിങ്സ്, അതായത് വവ്വാലിന്റെ ഒക്കെ ചിറകുണ്ടാവുമല്ലോ, അതുപോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ടീഷർട്ട് ആണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്, അതായത് കുറച്ച് കയറി നിൽക്കുന്ന റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വൂൾ മെറ്റീരിയൽ ആണ്, അതായത് നൂലിന്റെ ടൈപ്പ് ആണ്. നിങ്ങൾക്ക് സൂം ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു നൂലിന്റെ ഒരു ചെക്ക് ലൈൻ വരുന്ന ഒരു ടീഷർട്ട് ആണ്. സ്ലീവ് വന്നിട്ട് ചെറിയ സ്ലീവ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ സ്മോൾ ആണ് എടുത്തത്. നോർമൽ സൈസ് എടുത്താൽ മതി. സാധാരണ നിങ്ങൾ എടുക്കുന്ന ടോപ്പിന് നോർമൽ സൈസ് എടുത്താൽ മതി. എന്നിട്ട് തന്നെ അത്യാവശ്യം ലൂസും കാര്യങ്ങളും ഉള്ളതാണ്. ഒരു ഓവർ സൈസ്ഡ് നമ്മുടെ വവ്വാൽ വിങ്സ് പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ടോപ്പാണ്. ഒരു വെറൈറ്റി മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ഇന്നറോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. പേർപ്പിൾ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പല കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ കളർ വരെ ഉണ്ട് കേട്ടോ. സൈസും S to XL വരെ അവൈലബിൾ ആണ്. S തന്നെ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്യാം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്ലൂ ഡെനിം സ്കേർട്ടിലോട്ട് ഞാൻ വൈറ്റും ബ്ലാക്കും പിന്നെ വേറെ കളേഴ്സും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്ന് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വൂൾ മെറ്റീരിയൽ ആണ് കേട്ടോ. നേരത്തേത് ക്രേപ്പ് മെറ്റീരിയൽ ആയിരുന്നു. ഇനി അടുത്തത് വന്നിട്ട് വേറെ ടൈപ്പ് ഓഫ് ഷർട്ട് ആണ് കേട്ടോ. ഈ ഒരു ചെക്കിൽ വരുന്ന ഷർട്ടാണ്. നിങ്ങൾ പലരും വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെക്കിൽ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. കോളേർഡ് നെക്കാണ്. സാധാരണ നമ്മുടെ ഷർട്ടിന് ഉണ്ടാവുന്ന കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഇത്രയും പോർഷൻ സാധാ നോർമലും, ബാക്കിയുള്ളത് ഒരു പഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളു വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പഫി ആയിട്ട് നിൽക്കും. രണ്ട് സ്ലീവും അങ്ങനെയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടോപ്സ് കംപ്ലീറ്റ് കുറച്ച് ഇറക്കം കുറവ്, സാധാരണ നമ്മുടെ ടീഷർട്ടിനും കാര്യങ്ങൾക്കും ഉണ്ടാവുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇറക്കം കുറഞ്ഞിട്ടുള്ള ടോപ്പാണ്. സ്കേർട്ടിലോട്ട് ഇടാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറക്കം കുറഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ബ്ലൂ ചെക്കിൽ വരുന്ന ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെ സൈഡ് സ്ലിറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല അടിപൊളി കോട്ടൺ ആണ്. നല്ല എന്താ പറയാ ക്വാളിറ്റി ഉണ്ട്. കുറച്ച് കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഈ ഒരു സൈസിൽ ഓവർ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ കളേഴ്സ് ഞാൻ മാറ്റൊന്നും കണ്ടിട്ടില്ല. സൈസ് S to XXL വരെ അവൈലബിൾ ആണ്. കളേഴ്സ് ഈ ഒരൊറ്റ കളറെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു പഫ് സ്ലീവ് വരുന്ന ഷർട്ടിൽ കേട്ടോ. ഇനി ലാസ്റ്റ് വന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇത് പിങ്ക് ഷെയ്ഡിലുള്ളതാണ്. നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഷർട്ടല്ല, ടീഷർട്ട് ടൈപ്പ് ടോപ്പാണ് കേട്ടോ. ഇങ്ങനെയുള്ളതാണ് കേട്ടോ. നോർമൽ, വലിയ ഭംഗിയല്ല, മോഡൽസോ കാര്യങ്ങളൊന്നും വല്ലാണ്ടില്ലാത്തൊരു സിമ്പിൾ ലുക്ക് തരുന്ന ഒരു ടോപ്പാണ്. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സൈസ് ഞാൻ മീഡിയം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ നമുക്ക് 3/4 സ്ലീവിന്റെ ഇത്രയും മുട്ടിന്റെ താഴെയായിട്ട് ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത്രയും വലിപ്പം ഉണ്ടാവില്ല ഈ ഒരു സ്ലീവ് വന്നിട്ട്. എന്നാലും നമ്മുടെ ഈ ഒരു ഇതുവരെയൊക്കെ നമുക്ക് ഉണ്ടാവും.
പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു നമ്മുടെ ടീഷർട്ടിന്റെ ഒക്കെ പോലെയുള്ള ലൈക്ര അല്ല എങ്കിൽ പോലും ഒരു എന്താ പറയാ ലൈക്രന്റെ പോലെ കുറച്ച് വലിയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ടോപ്പാണ് വന്നിട്ടുള്ളത്. ബാക്കിലും ഇതുപോലെ പ്ലെയിൻ ആണ്. നല്ല അടിപൊളി പിങ്ക് കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ 4 ടോപ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു പിങ്ക്, പിന്നെ അതുപോലെ ഈ ഒരു ചെക്കിൽ വരുന്ന ഷർട്ട്, പിന്നെ ഈ വൈറ്റിൽ വരുന്ന നമ്മുടെ കഫ്താൻ ടൈപ്പ് ഒരു ടീഷർട്ട്, പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് നോർമൽ ഷർട്ടിൽ വരുന്ന ഒരു ടോപ്പ്. അങ്ങനെ 4 ടോപ്സ് ആണ് ഈ ഒരു ഡെനിം സ്കേർട്ടിലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.